എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ ഹീറോയിന്റെയും മൂക്ക് SNU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു ഒരു ബാനർ വലിച്ചു കെട്ടുകയാണ് അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാർ. പെട്ടെന്ന് തന്നെ ബാനർ എടുത്ത് മാറ്റാണ്, അടുത്ത ബാനർ പിടിച്ച് കെട്ടുകയാണ്. വേറൊന്നുമല്ല, ആ നാട്ടിൽ കൂടെ ഒളിമ്പിക്സിന്റെ ഒരു മത്സരം പോകുന്നുണ്ട്, ആൾക്കാർ അതുവഴി ഓടാൻ പോകുന്നുണ്ട്. അതിന്റെ ഒരു ബാനർ പെട്ടെന്ന് തന്നെ പിടിച്ചു കെട്ടുകയാണ്. പിന്നെ ആ ഗ്രാമത്തിൽ വളരെയധികം പ്രശ്നം നടക്കുകയാണ്. വേറൊന്നുമല്ല, അവരുടെ ചന്തയൊക്കെ പൊളിച്ചു മാറ്റിയിട്ടാണ് ഒളിമ്പിക്സിന് വേണ്ടി ആൾക്കാർക്ക് ഓടാൻ സ്ഥലം ഒരുക്കി കൊടുക്കുന്നത്. ഇത് പുറം രാജ്യത്തുള്ള ആൾക്കാരൊക്കെ കാണുന്നതാണ്, പ്രത്യേകിച്ച് അമേരിക്കക്കാരൊക്കെ. അതുകൊണ്ട് തന്നെ ആ ചന്തയൊക്കെ പൊളിച്ചു മാറ്റി ഒരു വൃത്തിയാക്കണമെന്നാണ് ഗവൺമെന്റിന്റെ ഉത്തരവ്. അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ വന്നിട്ട് ചന്തയൊക്കെ പൊളിച്ചു മാറ്റുകയാണ്. ഇത് കാണുന്ന അവിടുത്തെ ആൾക്കാർ സമ്മതിക്കും, അവരുടെ ജീവിത മാർഗ്ഗമാണ് അത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അവരോടത് മാറ്റാൻ പറ്റത്തില്ലെന്ന് പറയാണ്. ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ്. ലേഡികളൊക്കെ അവരെ ചീത്ത പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഉണ്ടല്ലോ, രണ്ടാം കെട്ടുകാരൻ, അങ്ങേരാണെങ്കിൽ ഈ ഗവൺമെന്റിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഈ പാവപ്പെട്ട ആൾക്കാരുടെ ജീവിത മാർഗത്തിനെ പറ്റിയൊന്നും അങ്ങേര് ചിന്തിക്കുന്നില്ല. അങ്ങേര് പറയുന്നത് പൊളിച്ചു മാറ്റാനാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ആൾക്കാരും പറയുന്നത് ഡെപ്യൂട്ടി ചീഫ് ആയിട്ടുള്ള ഹീറോയിനെ വിളിക്കാനാണ്. ഹീറോയിൻ എന്ത് ചെയ്യും, അവളെ കാണാനില്ല, ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് അവൾ എവിടെ പോയെന്നൊക്കെ. ഇതേ നേരം നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ഏറ്റവും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നടന്നു വരികയാണ്. നേരെ നടന്നു വന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയാമോ, ആ വണ്ടിയുടെ അടിയിൽ കയറി കിടക്കുകയാണ്. അതായത് വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ. എന്നിട്ട് ചീഫിനോട് പറയാണ്, അതായത് രണ്ടാം കെട്ടുകാരനോട് പറയാണ്, നിനക്ക് ആൾക്കാരുടെ ജീവിതമാർഗം പൊളിച്ചു മാറ്റിയിട്ട് വേണോ ഇവിടെ ആൾക്കാരെ കൊണ്ട് ഓടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒളിമ്പിക്സ് നടത്താൻ, നീയൊക്കെ എന്റെ നെഞ്ചത്തൂടെ വണ്ടി കയറ്റിട്ട് പോയാൽ മതിയെന്ന് എന്നും പറഞ്ഞ് രണ്ട് കാലും കൈയൊക്കെ നീട്ടി വെച്ചിട്ട് അവിടെ കിടക്കുകയാണ്. ഇതിനുശേഷം രാത്രിയാവുന്ന സമയത്ത് ആ ലേഡികൾ, നമ്മളെപ്പോഴും കുറച്ച് ലേഡികളെ കാണത്തില്ലേ, ആ ലേഡികൾ ഹീറോയിനുമായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. അവര് മീൻ വിറ്റ് തീർന്നിട്ടില്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അതിന്റെ ഇടയിൽ തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ഒരു കാറ്റ് പോലാണ്, എപ്പോഴും എങ്ങോട്ടാ വീശണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സത്യമാണ് പറയുന്നത്. അവരുടെ നേട്ടത്തിന് വേണ്ടി ജനങ്ങളെ ഉപയോഗിക്കും, അതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ അടുത്ത ചീഫ് ആക്കണമെന്നാണ് അവിടുത്തെ ലേഡികളെല്ലാം പറയുന്നത്. എന്നാൽ ഹീറോയിന് പൊളിറ്റിക്സിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൾ പറയാണ്, ഞാൻ മത്സരിക്കുന്നില്ല, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഇതേ നേരം നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവന്റെ ബോട്ടിൽ പണിയുന്ന രണ്ട് പണിക്കാരുണ്ട്, അവരോടും കൂടെ പറയുകയാണ് ഹീറോയിന് വേണം വോട്ട് കൊടുക്കാൻ, എന്നാലേ ഈ ഐലൻഡ് രക്ഷപ്പെടത്തുള്ളൂ എന്നൊക്കെ. പണിക്കാര് ഹീറോയിന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോ ആണെങ്കിൽ ഒരു കുപ്പി, അതായത് ഓരോരുത്തർക്കും ഓരോ കുപ്പി പാല് കൊടുക്കുകയാണ്. അതായത് ബദാം പാലാണ്. അതുപോലെ തന്നെ എന്തോ ഒരു മാഗിയോ ബിങ്കോയോ അത് കണക്കത്തെ എന്തോ സാധനം കൊടുക്കുകയാണ്. അത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനമാണ്, ആ ഐലൻഡിൽ കിട്ടാത്തൊരു സാധനമാണ്. അതൊക്കെ വരുത്തിയിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അവരത് കഴിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, മറ്റേ ആള് അതായത് ചീഫ് എല്ലാവർക്കും പന്നി ഇറച്ചിയും പോർക്കൊക്കെയാണ് കൊടുക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ജയിക്കാൻ പോകുന്നത്, ആൾക്കാരുടെ സപ്പോർട്ട് വേണമെങ്കിൽ പോർക്കൊക്കെ കൊടുക്കണ്ടേ, എല്ലാവർക്കും നല്ല ചെലവിൽ വേണം ഭക്ഷണം കൊടുക്കാൻ. അതുപോലെ തന്നെ പണിക്കാർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണയില്ലേ, അതായത് നിങ്ങളുടെ ഭാര്യ ചീഫ് ആവാൻ പോകുന്നു, എന്നാൽ നിങ്ങൾ ഒന്നും അല്ലാതെ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിലൊരു നാണക്കേടും തോന്നുന്നില്ലെന്ന്. അതിന് മറുപടിയായിട്ട് ഹീറോ പറയുന്നത്, ഞാൻ എന്തിനാ നാണിക്കുന്നത്, അവള് ചീഫ് ആവുകയാണെങ്കിൽ ഞാൻ അവളുടെ ചീഫിന്റെ ഹസ്ബൻഡാണ്, അതിന്റെ ഒരു അഭിമാനം എനിക്കുണ്ടെന്ന്. അവൻ നല്ലൊരു ഭർത്താവാണ് കേട്ടോ. ഈ ആൾക്കാർ പറയുന്ന കേട്ടിട്ട് ആ ഒരു രീതിയിലൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അവനൊരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, പണ്ട് അതായത് ഇവര് കുട്ടിയായിരുന്ന സമയത്ത് എല്ലാ ലേഡികളും കൂടെ അവിടെ കൂടിയിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഹീറോയിനും ഉണ്ട്. ആ സമയം അവിടുത്തെ ലേഡികൾ ഹീറോയിനോട് ചോദിക്കുകയാണ്, നിനക്ക് വലുതാവുന്ന സമയത്ത് ആരാവണമെന്ന്. അതിന് ഉത്തരവായിട്ട് ഹീറോയിൻ പറയുന്നത്, എനിക്ക് വലുതാവുന്ന സമയത്ത് ചീഫ് ആവണമെന്ന്. അതുപോലെ തന്നെ ഹീറോയിന്റെ അടുത്തും ചോദിക്കുകയാണ്, നിനക്ക് വലുതാവുന്ന സമയത്ത് ആരാവണമെന്ന്. അതിന് ഉത്തരവായിട്ട് അവൻ പറയുന്നത് ആദ്യത്തെ സ്ത്രീ എന്നാണ്, എനിക്ക് ആദ്യത്തെ സ്ത്രീ ആവണമെന്ന്. എന്താണെന്നറിയില്ല, അവൻ അങ്ങനെ പറയുന്നത്. വേറൊന്നുമല്ല, ഹീറോയിൻ ഇപ്പം ജയിക്കുവാണെങ്കിൽ ഈ ഐലൻഡിൽ ആദ്യത്തെ സ്ത്രീ ആയിട്ടുള്ള ചീഫായിട്ട് മാറും. ഇവൻ പണ്ടേ ഇത് സ്വപ്നം കണ്ടെന്ന് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു. ഇതിനുശേഷം നമ്മുടെ രണ്ടാം കെട്ടുകാരനായിട്ടുള്ള ചീഫിനെ കാണിക്കുകയാണ്. ചീഫാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിൽ ചെലവ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ പൈസ ഇറക്കുന്നുണ്ട്, പോർക്ക് കൊടുക്കുന്നുണ്ട്, സോഡ കൊടുക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്, കുറെ അധികം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ആൾക്കാർ കഴിക്കുന്ന സമയത്ത് ചീഫ് പറയുന്നുണ്ട്, ഹീറോയിൻ ഒരു പന്ന സ്ത്രീയാണ്, അവള് 18ാമത്തെ വയസ്സിലാണ് ഒളിച്ചോടി പോയത്, ഈ ഐലൻഡിന് തന്നെ അവളൊരു നാണക്കേടാണ്, അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം അവൾക്ക് വോട്ട് കൊടുക്കാൻ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചെലവ് തരുന്നില്ലേ, എനിക്ക് വോട്ട് തരുവാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് ഞാൻ ചെലവ് തരും, അതുകൊണ്ട് എനിക്ക് തന്നെ വോട്ട് തരണമെന്ന്. ഇത് കേൾക്കുന്ന അവിടുത്തെ കുറച്ച് ആൾക്കാർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു സ്ത്രീ പ്രശ്നം വയ്ക്കുകയാണ്, എവിടാ എന്റെ സോഡ, പെട്ടെന്ന് സോഡ കൊണ്ടുപോടാന്ന് പറഞ്ഞ് പ്രശ്നം വയ്ക്കുകയാണ്. എന്തായാലും ഇയാളെ ഇതൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല, ഫുള്ള് പറഞ്ഞു തീർക്കാൻ സമ്മതിക്കുന്നില്ല. ആൾക്കാരെല്ലാം കഴിക്കുന്നതിന്റെ തിരക്കിലാണ്. എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് എന്തായാലും ഫുഡ് വാങ്ങിച്ചു കൊടുത്താൽ പോലും ഇവന് വോട്ട് കൊടുക്കുമെന്ന്. ഇവനൊരു കോമാളിയായിട്ട് ആൾക്കാരെല്ലാരും കാണുന്നത്. സാധാരണ ഒരു ചീഫ് എന്നൊക്കെ പറയുമ്പം ജനങ്ങൾ അത്യാവശ്യം ബഹുമാനമൊക്കെ കൊടുക്കും, ഇവന് അതൊന്നും കിട്ടുന്നില്ല. ഇവനൊരു കോമാളിയെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, അവനതിന് നിന്ന് കൊടുത്തിട്ടാണ്. ഇതിനുശേഷം പിറ്റേന്ന് ഹീറോയിൻ ഒരുങ്ങി നല്ല വൃത്തിയായിട്ട് ഏതോ ഒരു സ്ഥലത്തോട്ട് പോവാണ്. ഒരു സ്കൂളിലായിട്ടാണ് പോണത്, വേറൊരു സ്കൂളും അല്ല, ഹീറോയിന്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു, ഇളയ മോൻ മരിച്ചുപോയി, ഇപ്പൊ 2 മക്കളേ ഉള്ളൂ, ഒരു മോളും ഒരു മോനും. അങ്ങനെ മോന്റെ സ്കൂളിൽ വന്നേക്കാണ്. ഇന്നെന്തോ മോന്റെ പേരൻസ് മീറ്റിംഗ് ആണ്. അങ്ങനെ മോനെ ചെന്ന് കാണുന്ന സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, എന്തിയെ ബാക്കിയുള്ള പേരൻസ് ഒക്കെ, അവരുടെ
അവരുടെ കൂടെ ഇരുന്നിട്ടല്ലേ പേരൻസ് മീറ്റിംഗ് കൂടണ്ടേന്ന്. എന്നാലും മോൻ ഉത്തരവില്ല കേട്ടോ. മോൻ എന്താ വെകിളിത്തര ഇവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പ്രശ്നം, പിന്നെ വഴക്ക് കേൾക്കാനും കൂടാണ് ഹീറോയിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതേ നേരം ഒരു സാറ് വരുന്നുണ്ട് കേട്ടോ. സാറ് വന്നിട്ട് പറയാണ്, വാ നമുക്ക് പുറത്തോട്ട് നിന്ന് സംസാരിക്കാന്ന്. അങ്ങനെ സാർ അവരെയും വിളിച്ചോണ്ട് കാർ പാർക്കിംഗ് ഏരിയയിൽ വരികയാണ്. എന്നിട്ട് ഹീറോയിനോട് പറയാണ്, എന്റെ കാറ് കണ്ടോ, ആ മറ്റേ സാറിന്റെ കാറ് കണ്ടോ, ഇതെല്ലാം വില കുറഞ്ഞ കാറാണ്. ഞങ്ങളെല്ലാം പഠിച്ചിട്ടും ഈ ഒരു പൈസ നമ്മുടെ ഉള്ളൂ. നിങ്ങളുടെ മോൻ എന്തിനാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്? ബിസിനസ് ചെയ്യാനാണോ? അവനിവിടെ ഗാംബ്ലിങ്ങും വേറെ കുറെ കച്ചവടമായിട്ട് നടക്കുകയാണ്. അവനിവിടെ പഠിക്കാനല്ല വരുന്നത്. അവൻ വേറെന്തോ ബിസിനസ് ചെയ്യാനാണ് വരുന്നത്. പൈസ ഉണ്ടാക്കാനാണ് അവൻ സ്കൂളിൽ വരുന്നത്. മര്യാദയ്ക്ക് അവനെ പറഞ്ഞ് വിലക്കിക്കോണമെന്ന്. വേറൊന്നുമല്ല, ഈ പയ്യൻ സ്കൂളിൽ എന്തോ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്, എന്തോ വിൽക്കുകയോ മറിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗാംബ്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പഠിത്തത്തിലല്ല അവന്റെ കോൺസെൻട്രേഷൻ മൊത്തം. അവൻ പൈസ ഉണ്ടാക്കുന്നതിലാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും വഴക്കൊക്കെ കേട്ടിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണ് ഹീറോയിനും മോനും. മോൻ ഇതിന്റെ കുലുക്കൊന്നുമില്ല വഴക്ക് കേട്ടേന്റെ. അതിന്റെ കാര്യമൊന്നുമില്ല. സാധാ ആൾക്കാരാണ് വഴക്ക് പറഞ്ഞത്, ദൈവമൊന്നും അല്ലല്ലോ വഴക്ക് പറഞ്ഞത്. അങ്ങനെ അതിന്റെ ഒരു കുലുക്കം ഇല്ലാതെ അവനാണെങ്കിൽ അവിടുത്തെ മരത്തിന്റെ ഇലയിലൊക്കെ പിടിച്ച് അടിച്ച് കളിച്ചിട്ടൊക്കെയാ പോണത്. ഇത് കാണുന്ന ഹീറോയിൻ ആണെങ്കിൽ ദേഷ്യം വരുന്നു. നീ എന്തുവാടായി കാണിക്കുന്നത്? ഇത്രയും വഴക്ക് കേട്ടിട്ട് നിനക്കൊരു നാണോ മാനോ ഇല്ലേ? നിന്റെ ചേച്ചിയെ കണ്ടുപടി. അവളാണെങ്കിൽ ഇപ്പം SNU എന്ന് പറയുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അവള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. നിന്നെ പോലെ ഒരു തലതെറിച്ചവനല്ല. നിനക്ക് വല്ല പണിക്കും പൊക്കിയൂടെ? എപ്പം നോക്കിയാലും പൈസ പൈസ എന്നുള്ള ചിന്ത മാത്രം. പഠിച്ച് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്തയൊന്നും നിനക്കില്ലല്ലോ. നീ നിന്റെ ചേച്ചിയെ കണ്ടുപിടി. അവൾ എന്ത് മിടുക്കി കൊച്ച. അവളുടെ പേരൻസ് മീറ്റിങ്ങിന് വരുമ്പം എല്ലാ ആൾക്കാരുടെ മുമ്പിലും ഞാൻ തല ഉയർത്തിയിട്ടായിരുന്നു നിന്നിരുന്നത്. ഇന്ന് വന്നപ്പോ കണ്ടോ, നിന്റെ പേരൻസ് മീറ്റിങ്ങിന് വന്നപ്പം സാർമാരുടെ മുമ്പിൽ ഞാൻ തല കുനിച്ചിട്ടാണ് നിൽക്കേണ്ടി വന്നത്. അതിന്റെ ഒരു ബോധം പോലും നിനക്കില്ലല്ലോടാ. ഇത് കേൾക്കുന്ന പയ്യൻ പറയുകയാണ്, എന്നാ പിന്നെ നിങ്ങൾക്ക് അവളുടെ അമ്മയായിട്ട് മാത്രം ഇരുന്നാൽ പോരെ? എന്റെ അമ്മയാന്ന് പറയുന്നത് എന്തിനാ? നിങ്ങൾക്ക് അവളുടെ അമ്മയായിട്ട് ഇരിക്കാനാണ് ഇഷ്ടമെന്ന്. ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയും, നിനക്കും നിന്റെ ചേച്ചിക്കും ഒരുപോലെ അല്ലേടാ ഞാൻ ഫുഡ് തരുന്നത്. എല്ലാ കാര്യങ്ങളും നിനക്കൊക്കെ ഒരുപോലെ അല്ലേ ചെയ്തു തരുന്നത്. എന്നിട്ട് നീ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന്. ഇതേ നേരം വേറൊരു പെൺകുട്ടി ഇതെല്ലാം കേട്ട് സൈഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അവളുടെ ബാഗ് ഒന്ന് നോക്കി വെച്ചോണേ, ഒരു കാര്യമുണ്ട് ഞാൻ പറയാം. ഇതിനുശേഷം SNU എന്ന് പറയുന്ന ആ യൂണിവേഴ്സിറ്റി കാണിക്കുകയാണ്. അവിടത്തൂടെ നമ്മുടെ മോള്, അതായത് ഹീറോയിന്റെ മോള് നടന്നു പോകുന്നുണ്ട്. ആ സമയം കുറച്ച് കുട്ടികൾ, പെൺകുട്ടികൾ സ്കൂളിന്റെ ടോപ്പിൽ നിന്ന് അവളെ നോക്കുന്നുണ്ട്. എന്നിട്ട് അസൂയ നിറഞ്ഞ കുറെ വർത്തമാനങ്ങൾ പറയാണ്. അവള് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നെയാണ്, എന്നിട്ട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എന്നുള്ള ഒരു രീതിയിൽ, അസൂയ തോന്നിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. മോള് നേരെ നടന്ന് ഒരു കാറിന്റെ അടുത്താണ് വരുന്നത്. ആ കാറിൽ നിന്ന് ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇറങ്ങി വന്നിട്ട് കാറ് തുറന്നു കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് മണ്ടയിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അവര് ഓരോ കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് വയസ്സായിട്ടുള്ള അങ്കിളുമാരെ ഡേറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് കണക്ക് ആദരവൊക്കെ കിട്ടുമെന്ന്. അങ്ങനെയാണ് ഇവൾക്ക് ഇത്രയും പൈസ കൂടിയ കാറിലൊക്കെ പോകാൻ പറ്റുന്നത്, അല്ലാതെ വേറൊന്നും അല്ലെന്ന്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ നല്ലൊരു പെൺകുട്ടി ഉണ്ട് കേട്ടോ. അവള് പറയാണ്, റെസ്പെക്റ്റോടെ സംസാരിക്കും, നമുക്ക് കാര്യം എന്താണെന്ന് അറിയില്ല. എന്നിട്ടും അവൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലെന്ന്. ആ പെൺകുട്ടീനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവള് നന്നായിട്ട് പറഞ്ഞു കൊടുത്തല്ലോ, അതായത് റെസ്പെക്റ്റോടെ സംസാരിക്കാനും പിന്നെ നമുക്ക് കാര്യം അറിയത്തില്ല അതിനെപ്പറ്റി, അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് അവൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം നല്ലതായിരുന്നു. ഇതിനുശേഷം രാത്രിയാവുന്ന സമയത്ത് വീണ്ടും ആ ഗ്രാമം കാണിക്കുകയാണ്. അവിടെ നമ്മുടെ ചീഫായിട്ടുള്ള രണ്ടാം കെട്ടുകാരൻ എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കുകയാണ്. എല്ലാവർക്കും വീണ്ടും വീണ്ടും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവരാണെങ്കിൽ ആസ്വദിച്ച് എല്ലാം കഴിക്കുന്നുണ്ട്. ഇനി വോട്ട് ചെയ്യോ ആവോ, അതാണ് ഇനി ഒരു ഡൗട്ട്. ഇതേ നേരം നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ആ ലേഡികളുമായിട്ട് അവിടെ ഇരുന്ന് എന്തോ പണി ചെയ്യാണ്. ആ സമയം ആ ലേഡികൾ പറയുന്നുണ്ട്, നീ ഇങ്ങനെ നടന്നോ, രണ്ടാം കെട്ടുകാരൻ എല്ലാവർക്കും നല്ല രീതിയിൽ ചെലവ് കൊടുക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്, നീ ഇങ്ങനെ നടന്നാൽ നിനക്ക് വോട്ടൊന്നും കിട്ടത്തില്ല, നീ തോറ്റുപോകും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പൈസ ഇറക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, എന്നാലേ നിനക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയുകയാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പ്ലെഡ്ജ് പറഞ്ഞ് ജയിക്കുമെന്ന്. അതായത് ആൾക്കാരെ സംസാരിച്ച് ഇൻഫ്ലുവൻസ് ചെയ്തില്ലേ, അങ്ങനെ സംസാരിച്ച് ആൾക്കാരെ കയ്യിലെടുത്ത് ജയിക്കുമെന്നാണ് അവള് പറയുന്നത്. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, രണ്ടാം കെട്ടുകാരനെ ആ ഫാരി ഇല്ലേ, മറ്റേ ആ ഫാരിയാണ് ഫുഡെല്ലാം കുക്ക് ചെയ്യുന്നത്. ആ പാവമാണ് ഇത്രയധികം ആൾക്കാർക്ക് ഫുഡ് കുക്ക് ചെയ്യുന്നത്. അവർക്ക് അത്യാവശ്യം നല്ല പ്രായമായിട്ടുണ്ടോ, ഇപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ല, ഒരു അമ്മൂമ്മ ഫീൽ ആയിട്ടുണ്ട്. പിന്നെ എന്റെ ഒരു ഡൗട്ടാണ്, അതായത് ഹീറോയിനൊക്കെ ഇപ്പൊ നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്, എന്നാൽ ആ ലേഡികൾക്ക് പഴയതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ കണ്ടതുപോലെ തന്നെയാണ്, മുടി ചെറുതായിട്ട് നരച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ എല്ലാരും അവിടെ കൂടിയിരുന്ന് കഴിക്കുന്ന സമയത്ത് രണ്ടാം കെട്ടുകാരന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാർ. അവരിൽ ഒരാൾ ഒരു പാക്കറ്റ് സിഗരറ്റ് എടുക്കുകയാണ്, എല്ലാവർക്കും കൈമാറുകയാണ്. കുറച്ചധികം സിഗരറ്റ് ഉണ്ട്. എന്നിട്ട് പറയാണ്, എവനാണ് ഇനി തൊട്ട് നമ്മുടെ ചീഫ്, എല്ലാവരും എവന് വോട്ട് ചെയ്യണമെന്ന്. ഈ സിഗരറ്റ് കിട്ടിയതോടെ ആൾക്കാരുടെ എല്ലാവരുടെയും ആ ഒരു സ്വഭാവം മാറുകയാണ്. എല്ലാവരും എവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് ഇവര് ജയ് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇനി തൊട്ട് എവനാണ് നമ്മുടെ ചീഫ്, എല്ലാവരും എവനാണ് വോട്ട് കൊടുക്കാൻ പോകുന്നതെന്ന്. അതായത് ഇത്രയും ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് ആൾക്കാർ അവന്റെ കയ്യിൽ നിന്നില്ല, എന്നാൽ കുറച്ച് പാക്കറ്റ് സിഗരറ്റ് കൊടുത്ത സമയത്ത് എല്ലാവരും അവന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇത് കാണുന്ന സ്ത്രീകളെല്ലാം അവരെ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ജസ്റ്റ് ഒരു സിഗരറ്റ് കൊടുത്തപ്പം സ്വഭാവം മാറിയില്ലേ, ആ ഒരു ഇതിൽ എല്ലാവരും അവരെ നോക്കുകയാണ്. അങ്ങനെ എല്ലാ പരിപാടികൾക്കും ശേഷം നമ്മുടെ രണ്ടാം കെട്ടുകാരനാണെങ്കിൽ ഒരു സ്ത്രീയായിട്ട് ഒരു റൂമിലിരുന്ന് ഫുഡും കഴിച്ച് സംസാരിക്കുകയാണ്. ആ സ്ത്രീ വേറെ ആരുമല്ല, ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. ഈ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് ആ സ്ത്രീക്ക് കുറച്ചധികം പൈസ കിട്ടും.
അതുകൊണ്ട് തന്നെ രണ്ടാം കെട്ടുകാരൻ ചോദിക്കുന്നത് അതിൽ 30% ഇങ്ങേർക്ക് കൊടുക്കോ, ബാക്കി 70% റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എടുത്തോളാനാണ്. എന്തായാലും ഇതൊക്കെ പറഞ്ഞ് അവര് തമ്മിൽ ഇച്ചിരി അധികം റൊമാൻസ് ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ കാല് ഇവൻ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അതേ നേരം തന്നെ ഹീറോയിൻ കയറി വരികയാണ്. ഹീറോയിനും കുറച്ച് ലേഡികളും അവർ വന്ന് നോക്കുന്ന സമയത്ത് ഇവരങ്ങനെ നല്ല ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അത്യാവശ്യം നല്ല റൊമാൻസിൽ ഇരിക്കുകയാണ്. എന്തായാലും ഹീറോയിൻ ആ റൂമിൽ കയറിയിട്ട് എന്തോ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് അവനോട് പറയാണ്, നീ ചീഫ് ആവാനുള്ള അർഹത നിനക്കില്ല, അതുകൊണ്ട് തന്നെ നിനക്കാരും ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല. ഇതിൽ നല്ലത് ഏതെങ്കിലും തെരുവ് നായയെ പിടിച്ച് ചീഫ് ആക്കുന്നതാണ്. അല്ലെങ്കിൽ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, തെരുവ് നായകൾ എല്ലാ തെരുവിലും നടന്നിട്ട് അവിടെ എല്ലാം പ്രശ്നം ഉണ്ടാക്കും. അതുപോലാണ് നീ ഒരു തെരുവ് നായിക്ക് സമമാണ്. അവിടെ ഇല്ല ഒരു ലേഡി പറയുകയാണ് ഇതൊക്കെ. ഈ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഇവരെ കണ്ടപ്പോഴേ ഇറങ്ങി ഓടിയായിരുന്നു. അതുപോലെ തന്നെ രണ്ടുപേരും ഫിറ്റാണ്, അടിച്ച് നല്ല ഫിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ബോധമില്ലാതെ അതും ഇതൊക്കെ വിളിച്ച് പറയുകയാണ് രണ്ടാം കെട്ടുകാരൻ. അതെന്താ ഞാൻ ചീഫായാല് എനിക്ക് അതിനുള്ള അർഹതയില്ല, അതെന്താ എന്നോട് പറ എന്നൊക്കെ പറഞ്ഞ് ആ ലേഡികളെ ശല്യപ്പെടുത്തുകയാണ് അവൻ. എന്തായാലും ആ ലേഡികൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ, അതുപോലെ തന്നെ ഹീറോയിനും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ ഇരുന്ന് എന്തോ ചെയ്യാണ്. ഫുഡ് കുക്ക് ചെയ്യാനുള്ള എന്തോ കണ്ടാണ് കേട്ടോ. മീനരിയെ കണവ വേവിക്കുക എന്തോ ചെയ്യാണ്, അവര് വൃത്തിയാക്കുക എന്തോ ചെയ്യാണ്. ഇതിനുശേഷം അടുത്ത ദിവസം ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചോ ആരെങ്കിലും ജയിക്കുമെന്ന്? നിങ്ങൾക്ക് അറിയാമോ ആരാ ജയിച്ചതെന്ന്? വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ തന്നെയാണ് ജയിച്ചത്. രണ്ടാം കെട്ടുകാരൻ ഇത്രയധികം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടും ആരും അവന് വോട്ട് ചെയ്തില്ല കേട്ടോ. സ്വന്തം ഭാര്യ പോലും അവന് വോട്ട് ചെയ്തില്ല. എല്ലാവരും ഹീറോയിനാണ് വോട്ട് ചെയ്തത്. ഹീറോയിൻ ഇപ്പൊ ചീഫായിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷത്തിൽ എല്ലാവരും അവിടെ നിൽക്കുകയാണ്. ഇന്ന് ചീഫിന്റെ ചെലവാണ്, അതായത് ഹീറോയിന്റെ ചെലവാണ്. ഹീറോയിൻ എല്ലാവർക്കും ചെലവ് കൊടുക്കുന്നുണ്ട്, കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ തന്നെ രണ്ടാം കെട്ടുകാരനുണ്ട് കേട്ടോ. രണ്ടാം കെട്ടുകാരന് അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. എവിടാ എന്റെ സോഡ, എവിടാ ഇറച്ചി, പെട്ടെന്ന് കൊണ്ടുപോടാ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്തായാലും ഇത് കേട്ട മോൻ, ഹീറോയിന്റെ മോനാണ് അവന് ഫുഡ് എടുക്കാൻ പോയിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, അമ്മ ചീഫ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ സഹായിക്കണം. അതുകൊണ്ട് അവനും വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുഡൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട്. ഇതിന്റെ ഇടയിൽ രണ്ടാം കെട്ടാൻ അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, ഹീറോയിൻ ചീഫ് ആവാൻ അർഹതയൊന്നുമില്ല, അവളൊരു മണ്ടിയാണ്, അവളുടെ തലയിൽ ബുദ്ധിയൊന്നുമില്ല, അവൾ ഒളിച്ചോടി പോയ ആളെന്നൊക്കെ. എന്നാൽ ഇത് കേൾക്കുന്ന ഓപ്പോസിറ്റ് നിന്ന ആള് വേറെ ആരുമല്ല, ഹീറോന്റെ ബോട്ടിൽ പണിയെടുക്കുന്ന ആളാണ്. അയാൾ പറയാണ്, എനിക്ക് ഈ ഐലൻഡിൽ ചീഫ് ആവാൻ അർഹതപ്പെടുന്ന ഒരാളെ അറിയാം, വേറെ ആരുമല്ല, ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ കാലിൽ മസാജ് ചെയ്ത ഒരാളാണ്. അയാൾ കളിയാക്കി പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ, അതായത് രണ്ടാം കെട്ടുകാരനെ കളിയാക്കി പറഞ്ഞതാണ്. രണ്ടാം കെട്ടുകാരനാണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ കാലിൽ മസാജ് ചെയ്ത് കൊടുത്തത്. മസാജ് അല്ല, ഇക്ലിട്ടതാണ്. ഇതിനുശേഷം രാത്രി ആവുന്ന സമയത്ത് എല്ലാവർക്കും ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഹീറോയിനാണ് കൊടുക്കുന്നത്. ഹീറോയിൻ പറയുന്നുണ്ട്, ചീഫ് ഇതാ വരുന്നത്, എല്ലാവരും കഴിച്ചോ, ചീഫ് അടുത്ത ഫുഡ് കൊണ്ടുവരുന്നു, പെട്ടെന്ന് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അങ്ങോട്ട് കൊണ്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഹീറോയിന്റെ അമ്മായിയമ്മ, ഹീറോയിന്റെ അമ്മയാണ് ഫുഡൊക്കെ വേവിക്കുന്നത്. ഹീറോയിന്റെ അമ്മായിയമ്മ പറയുന്നുണ്ട്, എടി പണ്ടത്തെ പ്രതികാരം തീർക്കുവാണല്ലേ നീ, നിന്നെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചതുകൊണ്ട് ഇപ്പൊ നീ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണല്ലേ. എന്തായാലും അമ്മായിയമ്മയ്ക്ക് സന്തോഷമുണ്ട്, അതുപോലെ വിഷമമുണ്ട്. വേറൊന്നുമല്ല, ഹീറോയിൻ ചീഫ് ആയാലും സന്തോഷമുണ്ട്, അതുപോലെ ചീഫ് ആയാലും വിഷമമുണ്ട്. വേറൊന്നുമല്ല, നാട്ടുകാരുടെ മുമ്പിൽ ഒരു വില കാണും, അതുപോലെ തന്നെ മരുമോള് രക്ഷപ്പെട്ടതിൽ ഒരു വിഷമമുണ്ട്. കാര്യം മനസ്സിലായോ? ഇതിനുശേഷം ഹീറോയിൻ രണ്ടാം കെട്ടുകാരന്റെ ഭാര്യ എടുത്തു വന്ന് സംസാരിക്കുകയാണ്. അന്ന് അടി വാങ്ങിച്ചില്ലായിരുന്നു ഒരു ഭാര്യ, ചുണ്ടക്കം മുറിഞ്ഞ ആ ഭാര്യയാണ്, ഇപ്പൊ പ്രായമായിട്ടുണ്ട്. ആ ഭാര്യ എടുത്തു വന്ന് സംസാരിക്കുകയാണ്. ആ ഭാര്യ ഹീറോയിനാണ് വോട്ട് ചെയ്തേക്കുന്നത്. ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വോട്ട് ചെയ്തത്? അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടാം കെട്ടുകാരന്റെ അടുത്ത് പറയാൻ പാടില്ല എനിക്കാണ് വോട്ട് ചെയ്തതെന്ന്, നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നം വരും. എന്നാൽ അവർക്ക് അത്ര പേടിയൊന്നുമില്ല. അവർ പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി തന്നെയാണ് വോട്ട് ചെയ്തത്, നീയാണ് അർഹതപ്പെട്ട ആള്, അങ്ങേരെന്തോ അങ്ങോട്ട് അർഹത ഇല്ല അങ്ങേർക്ക് എന്നൊക്കെ പറഞ്ഞ് അവര് സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുണ്ട് സൈഡിൽ രണ്ടാം കെട്ടുകാരൻ ഇരിപ്പുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ അടിച്ച് ഫിറ്റാണ്, അതുകൊണ്ട് പിറ്റേന്ന് ഓർമ്മയാണോന്നും അറിയത്തില്ല. ഇതിനുശേഷം രണ്ടാം കെട്ടുകാരനും ഭാര്യയും പിന്നെ മോനും, ആരുടെ മോനാന്ന് അറിയത്തില്ല, ഈ ഭാര്യ കൊണ്ടായ മോനാണോന്നും അറിയത്തില്ല, അതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. അവരെല്ലാരും കൂടെ കാർ ഓടിച്ച് പോവാണ്. രണ്ടാം കെട്ടുകാരൻ ഭാര്യയുടെ മടിയിൽ കിടക്കുകയാണ്. എന്നിട്ട് അതും ഇതൊക്കെ ഭാര്യയെ പറയാണ്. ഈ സമയം ഭാര്യ ചിന്തിക്കുന്നത് നമ്മുടെ ഹീറോനെ പറ്റിയാണ്. ഹീറോ ഗവർണർ ആവാൻ അർഹതപ്പെട്ട ഒരു സ്വഭാവത്തിന് ഉടമയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ സ്വഭാവം നല്ലതാണെന്ന്. ഇത് കേട്ട സമയത്ത് രണ്ടാം കെട്ടുകാരനെ ആകെ എന്തോ പോലെ ആവുകയാണ്. അവൻ പറയാണ്, എല്ലാരും എന്താ ഹീറോനെ ഇഷ്ടപ്പെടുന്നത്, അവനെ മാത്രം എല്ലാവർക്കും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഇതിനുശേഷം ഹീറോയിനെയും മോനെയും കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ചീഫായ സന്തോഷത്തിൽ അടിച്ച് ഫിറ്റായി മറ്റേ പാമ്പാടുന്ന കണക്ക് ആടുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന മോൻ അച്ഛനോട് പറയാണ്, അച്ഛ അമ്മേനെ പിടിച്ചു പോയി, ഇത് ശരിയാവൂല, അമ്മ എന്തോ കണക്കൊക്കെ ആടുന്നെന്ന്. എന്തായാലും അച്ഛൻ പിടിച്ചു വയ്ക്കാനൊന്നും പോകുന്നില്ല. അച്ഛൻ പറയാണ്, അവക്ക് നല്ല സന്തോഷമുണ്ട്, അവള് സന്തോഷിച്ചോട്ട്, നമ്മൾ ഇതിൽ ഇടപെടണ്ടെന്ന്. ഇത് കേൾക്കുന്ന മോൻ അമ്മയോട് പറയാണ്, അമ്മ നിങ്ങൾ ചീഫല്ല, നിങ്ങള് മണ്ണിരയാണ്, പുഴുവാണ്, പുഴു എരയുന്ന കണക്കാണ് നിങ്ങൾ അവിടെ കിടന്ന് ആടുന്നതെന്ന്. ഒരു പോസ്റ്റിൽ പിടിച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുകയാണ്. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാരും പറഞ്ഞു വിട്ടിട്ട് ഹീറോയിൻ മോന് അവര് വീട്ടിലോട്ട് നടന്നു പോവാണ്. ഹീറോയിൻ ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഹീറോയാണ് അവളെ തോളിൽ എടുത്തോണ്ട് പോണത്. ആ സമയം ഹീറോ ചോദിക്കുന്നുണ്ട്, നീ നല്ല സന്തോഷത്തിലാണോ? അതിനുത്തരമായിട്ട് അവള് പറയാണ്, അതെ ഞാൻ സന്തോഷത്തിലാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതേ നേരം മോൻ ചോദിക്കുന്നുണ്ട്, അച്ഛ അമ്മേനെ ഞാൻ പിടിക്കണോ, അച്ഛന് തോള് കഴിക്കുന്നുണ്ടോന്ന്. എന്നാൽ അച്ഛൻ അമ്മേനെ കൊടുക്കുന്നില്ല, അച്ഛനാണ് അമ്മേനെ കൊണ്ടുപോകുന്നത്. ഹീറോയിനും ആണ് കേട്ടോ അച്ഛനും അമ്മയെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തന്നെ ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അമ്മയായിട്ടുള്ള ഫ്ലാഷ് ബാക്ക് ആണ്. അന്ന് പേരൻസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഹീറോയിനായിട്ട് അമ്മ നടന്നു വന്നില്ലായിരുന്നു. ആ സമയം ഹീറോയിൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഉറപ്പായിട്ടും ഞാൻ ചീഫ് ആവും, ഇതെന്റെ ആദ്യ പടിയാണ്, ഇന്ന് ഞാൻ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ ഇനി അടുത്ത കാലത്ത് ഞാൻ ചീഫ് ആവുമെന്ന്. നമ്മളിപ്പം കടലിൽ മുങ്ങണേന് മുമ്പ് ജസ്റ്റ് നീന്താൻ പഠിക്കൂലേ, അങ്ങനെ ഒരു സ്റ്റെപ്പാണ് ഞാൻ എടുത്തു വെക്കുന്നത്. അമ്മ ഇനി ഞാൻ ഉറപ്പായിട്ട് ചീഫ് ആവും, അമ്മേനെ ഞാൻ അഭിമാനപ്പെടുത്തും, അമ്മയായിരിക്കും ഇവിടുത്തെ ചീഫിന്റെ അമ്മ. അമ്മ എല്ലാവർക്കും വേണ്ടി റൈസ് കേക്ക് ഉണ്ടാക്കൂലേ. ഇത് കേൾക്കുന്ന അമ്മ പറയാണ്, ഞാനൊരു മലയോളം റൈസ് കേക്ക് ഉണ്ടാക്കി തരാം, എല്ലാവർക്കും കൊടുക്കണം, നീ ചീഫ് ആവാൻ പെട്ടെന്ന്. ഇതിനുശേഷം പിറ്റേന്ന് ഹീറോയിന്റെ വീടാണ് കാണിക്കുന്നത്. ഹീറോയിനും കുറച്ച് ലേഡികളും അവിടെ കൂടിയിട്ടുണ്ട്. അവരാണെങ്കിൽ വീണ്ടും അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അതായത് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ഫിറ്റില് അവിടെ സന്തോഷപ്പെട്ടിരിക്കുകയാണ്. ഇതേ നേരം നമ്മളെ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് മോന് വേറെ ഏതൊരു പെൺകുട്ടി ഉമ്മം കൊടുക്കുന്നു. ഏത് പെൺകുട്ടിയാണെന്ന് മനസ്സിലായോ? അവളുടെ ബാഗ് നോക്കിയാണ്. ഞാൻ ആ ബാഗ് നോക്കി വെക്കാൻ പറഞ്ഞില്ലേ, അന്ന് സ്കൂളിൽ കണ്ടിരുന്ന അതേ ആ പെൺകുട്ടി തന്നെ. അവനെ മുത്തം കൊടുക്കുകയാണ്. അവന്റെ കയ്യിലിരുന്ന് ആ പാക്കറ്റൊക്കെ തറയിൽ പോവുകയാണ്. ഇതിനുശേഷം മോളെ കാണിക്കുകയാണ്. മോളാണെങ്കിൽ കോളേജ് കഴിഞ്ഞ് കാറിൽ എങ്ങോട്ടോ പോവുകയാണ്. കൂടെ സെക്യൂരിറ്റി ഗാർഡും ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി ഗാർഡ് ഈ സമയം ഹീറോയിനോട് പറയുന്നുണ്ട്, നീ ഫ്രണ്ടിൽ ഇരിക്കാതെ ബാക്കിൽ പോയിരിക്കാൻ. എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് അറിയത്തില്ല. അതുമാത്രമല്ല, അവൾ ആ പെൺകുട്ടികളുടെ മുമ്പിൽ ഷോ ഇറക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കാണുന്ന സമയത്ത് ആ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അതുപോലെ തന്നെ അവൾ ബാക്കിൽ വരുന്ന സമയത്ത് മറ്റേ ആ പയ്യനില്ലേ, അതായത് കാമുകൻ, നമ്മൾ ആദ്യം ആ ഫോട്ടോ എടുത്തു കൊടുത്ത ആ കാമുകനില്ലേ, ആ പയ്യൻ, അവൻ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അവൻ എവിടെയും കാണുന്നുണ്ട്. അവന്റെ അടുത്തോട്ട് തന്നെ വേറൊരു പെൺകുട്ടി ഓടി വരുന്നതായിട്ടും ഇവള് കാണുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് അവൾക്ക് ചെറുതായിട്ടൊന്ന് ജലസ് അടിക്കുന്നുണ്ട്. ഈ സെക്യൂരിറ്റി ഗാർഡ് ആരാ, ഈ കാർ ആരുടെയാണെന്നൊന്നും നമുക്കാർക്കും അറിയില്ല. അത് ഇനി വരുന്ന സമയത്ത് റിവീൽ ആവും. എന്തായാലും ഇതിനുശേഷം ആ കാമുകൻ പയ്യനില്ലേ, കാമുകൻ എന്ന് പറയണ്ട, നമുക്ക് പയ്യൻ എന്ന് പറയാം, സോൾജർ പയ്യൻ, അവനാണെങ്കിൽ പട്ടാളത്തിൽ പോകുന്നിരിക്കുകയാണ്. എന്തായാലും അവനെയും വിളിച്ചുകൊണ്ട് മറ്റേ ആ പെൺകുട്ടി ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. അവിടെ ഇരുന്ന് അവർ ഫുഡ് കഴിക്കുന്നുണ്ട്. ആ സമയം അവനോട് ആ പെൺകുട്ടി ചോദിക്കുകയാണ്, നിനക്ക് ഹീറോയിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? ഹീറോയിൻ അല്ല, മോളാണ് കേട്ടോ. മോളെ പറ്റി എന്തെങ്കിലും അറിയാമോ? അവളുടെ കാറാണോ അത്? അവളുടെ കൂടെ നടക്കുന്ന ആരാ? ആ സെക്യൂരിറ്റി ഗാർഡ് ആരാ? അവള് പാവപ്പെട്ട വീട്ടിലല്ലേ എന്നൊക്കെ. എന്നിട്ട് അവള് വേറൊരു കാര്യം പറയുന്നുണ്ട്, അവള് മോശപ്പെട്ട പെൺകുട്ടിയാണ്, അവൾ ആരുടെയൊക്കെ പോയിട്ടാണ് ഇങ്ങനൊരു പദവി കിട്ടിയത്. അതുപോലെ തന്നെ കാർ അയക്കുന്നത് ഏതോ പണക്കാരനാണ്, അവളുടെ ആരുടെ കൂടെ ഉറപ്പായിട്ട് പോയിട്ടുണ്ടെന്ന് എന്നുള്ള രീതിയിലൊക്കെ വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടി പറയാണ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, നമുക്കിതിനെ പറ്റി അറിയില്ല, നീ അങ്ങനെ പറയാതെ. പിന്നെ ഒരു കാര്യമുണ്ട്, അവൾക്ക് കിട്ടിയ സ്കോളർഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ് നീ ഇപ്പം ജപ്പാനിലോട്ട് പോകാൻ നിൽക്കുന്നത്, അതിന്റെ ഒരു നന്ദിയെങ്കിലും നിനക്ക് കാണിച്ചൂടെ. ഇത് കേൾക്കുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവള് പറയാണ്, എനിക്ക് ഫുഡ് വേണ്ടാന്ന്. അങ്ങനെ ആ ഫുഡും കൂടെ എടുത്ത് ഈ പയ്യൻ കഴിക്കുകയാണ്, സോൾജർ പയ്യൻ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഹീറോയിന്റെ മോൾക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു ജപ്പാനിൽ പോയി പഠിക്കാൻ, അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ. അവൾ അത്രയും നന്നായിട്ട് പഠിക്കുന്നുണ്ടാണ്. എന്നാൽ അവളുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ ആ സ്കോളർഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് നേരത്തെ ആ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിക്കാണ് ഇപ്പൊ സ്കോളർഷിപ്പ് കിട്ടിയിരിക്കുന്നത് ജപ്പാനിൽ പോകാനായിട്ട്. അവള് നല്ല പൈസയുള്ള വീട്ടിലെയാണ് കേട്ടോ. ഇതിനുശേഷം മോളെ കാണിക്കുകയാണ്. മോളെ കാറിലിരിക്കുകയാണ്, ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ന്യൂസ് പേപ്പറിൽ എഴുതിയിട്ടുണ്ട്, ഇന്ന് അവളുടെ ഗ്രാമത്തിൽ നന്നായിട്ട് കാറ്റടിക്കുമെന്ന്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ് ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ ഇന്ന് കടലിൽ പോകുമെന്ന്. അവള് പറയുന്നുണ്ട്, അച്ഛൻ എന്തായാലും കടലിൽ പോകും, നമ്മളത് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കണം. അങ്ങനെ അതും ഇത് സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു പെൺകുട്ടി കാറിൽ വന്ന് കയറുകയാണ്. വേറെ ഏത് പെൺകുട്ടിയല്ല, ആ പെൺകുട്ടിക്കാണ് ഹീറോയിന്റെ മോള് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നത്. ആ പെൺകുട്ടി നല്ല പൈസ ഉള്ള വീട്ടിലാണ്. ആ പെൺകുട്ടി നല്ല പൈസ ഉള്ള വീട്ടിലായതുകൊണ്ട് തന്നെ ട്യൂഷൻ ടീച്ചറിനെ ക്ലാസ് എടുക്കാനായിട്ട് കോളേജിൽ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകും. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ അവൾ ആരെയും വളച്ചെടുത്തിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അവൾ അന്തസ്സായിട്ട് ട്യൂഷൻ എടുത്തിട്ടാണ് അവൾക്ക് ഇത്രയധികം കാറൊക്കെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ട്യൂഷൻ പെൺകുട്ടി വന്ന് കാലൊക്കെ തീറ്റിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത മോളാണെങ്കിൽ അവളുടെ തലക്കിട്ട് ഒരു കൊട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെയാണോ കാറി ഇരിക്കുന്നത്, ഒരു റെസ്പെക്റ്റോടെയൊക്കെ ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിൽ വന്നിട്ട് മോള് ട്യൂഷൻ കുട്ടിക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ആ സമയം അവൾ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ തന്നെ അതും ഇതൊക്കെ പറയാണ്, എന്നെ കാണാൻ സുന്ദരിയല്ലേ, എന്നെ കാണാൻ നല്ല ഹോട്ടായിട്ടില്ലേ എന്നൊക്കെ. ഇത് കേൾക്കുന്ന സമയത്ത് ഹോട്ടെന്നല്ല അവള് കേട്ടോ പറയുന്നത്, വേറൊരു വാക്കിയാണ് പറയുന്നത്. അതിന്റെ സ്പെല്ലിംഗ് എഴുതാൻ പറയുന്നുണ്ട്. മോളൊരു ട്യൂഷൻ ടീച്ചർ ആണല്ലോ, അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് എഴുതാൻ പറയുന്നുണ്ട്. അതിന്റെ സ്പെല്ലിംഗ് എഴുതാൻ പോകുന്ന സമയത്ത് അവൾ പറയുന്നു, വേണ്ട നീ ഇനി വാക്കി എഴുതണ്ടെന്ന്. എന്തായാലും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു കലം ഉണ്ട് കേട്ടോ, ഒരു വലിയൊരു പോട്ടുണ്ട്, ഒരു വെള്ള കളർ. ആ പോട്ടിനകത്ത് നിറച്ചും പൈസയാണ്. മോൾക്ക്, അതായത് ഹീറോയിന്റെ മോൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൈസ എടുക്കാതെ നിറച്ചും പൈസയാണ്. എത്ര വേണമെങ്കിലും എടുക്കാം, കൂടിപ്പോവാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. അത് അങ്ങനെ ഒരു നിയമമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ട്യൂഷൻ പഠിക്കുന്ന സ്റ്റുഡന്റ് ഇല്ലേ, ആ പെൺകുട്ടിയുടെ പേരൻസിനെ മോൾ ഇതുവരെ കണ്ടിട്ടില്ല, അതായത് ഹീറോയിന്റെ മോൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ട്യൂഷൻ കുട്ടിയുടെ അമ്മ മോളെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഹീറോയിന്റെ മോളെ. നിങ്ങൾക്ക് മോൾക്ക് എന്തെങ്കിലും ഒരു പേര് ഇടാൻ പറ്റുമെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണം, എനിക്ക് പേരിട്ട് അങ്ങനെ പരിചയമില്ല. പിന്നെ ഇവരുടെ പേരെന്നൊക്കെ പറയുമ്പോൾ യങ് മിയോ എന്നൊക്കെയാ, അതൊക്കെ പറയുന്നത് എങ്ങനെ, യങ് മിയോങ് മിയോങ് മിയോങ്, നല്ല പാടാ പറയാം. ഞാൻ അതുകൊണ്ടാ പേര് പറയാത്ത. യങ് മിയോങ് ഡോങ് മിയോങ് ഇങ്ങനെയൊക്കെ പേര് പറയുന്നത്. അനിയന്റെ പേര് ഡോങ് മിയോ. എന്തായാലും അമ്മ വന്നിട്ടുണ്ട്. അമ്മ വന്ന് ഹീറോയിന്റെ മോളെടുത്ത് സംസാരിക്കുകയാണ്. വേറൊന്നുമല്ല അവർ പറയുന്നത്, അവർ സ്കൂളിൽ പോയിട്ടില്ല, അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല, അതിന്റെ കുറവൊക്കെ അവർ ഭാവിയിൽ അനുഭവിച്ചിട്ടുണ്ട്, അതായത് പാസ്റ്റിൽ കഴിഞ്ഞ കാലത്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ മോളെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഇട്ട് പഠിപ്പിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവൾക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അതും പറഞ്ഞിട്ട് കുറച്ച് പേപ്പർ എടുത്ത് ഫ്രണ്ടിൽ വെക്കുകയാണ്. വേറൊന്നുമല്ല, അവര് 2 വർഷം കൊണ്ട് ട്യൂഷൻ കുട്ടീനെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടീനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ നാൾക്ക് ശേഷമാണ് ഹീറോയിന്റെ മോളെ കണ്ടുപിടിക്കുന്നത്.
കണ്ടുപിടിച്ചത്. അങ്ങനെ കണ്ടുപിടിച്ച സമയത്ത് ഏകദേശം സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഐഡന്റിറ്റി സ്വാപ്പ് ചെയ്തിട്ട് മോൾക്ക് ടോപ്പ് 3 യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാനാണ് ആ അമ്മ പറയുന്നത്. വേറൊന്നുമല്ല, കള്ളത്തരത്തിലൂടെ. അതായത് ഹീറോയിന്റെ മോള് എക്സാം എഴുതിയിട്ട് വേറെ ആരുടെയും പേരിലല്ല, ഈ കുട്ടിയുടെ പേരിൽ, ട്യൂഷൻ കുട്ടിയുടെ പേരിൽ എക്സാം എഴുതിയിട്ട് സീറ്റ് വാങ്ങിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ടോപ്പ് 3 കോളേജിൽ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റും, അതുപോലെ വേറൊരു കോളേജിൽ ടോപ്പ് 3 അല്ലാത്തൊരു കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് കൊടുക്കാന്ന് പറയുന്നുണ്ട്. വാങ്ങിച്ചു കൊടുക്കാന്ന്. എന്തുമാത്രം വില വരുമെന്ന് അറിയാമല്ലോ. പിന്നെ അമ്മ വേറൊരു കാര്യം പറയുന്നുണ്ട്, അവരുടെ മോൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല, അവരുടെ ബുദ്ധിയാണ് കിട്ടിയിരിക്കുന്നത്. നിനക്ക് ബുദ്ധി ഉണ്ടല്ലോ, നീ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വന്നില്ലേ, അപ്പം നിനക്ക് അത്രയും ബുദ്ധിയുണ്ട്. അതുപോലെ തന്നെ ടോപ്പായിട്ടുള്ള SNU കോളേജിലാണ് നീ അഡ്മിഷൻ എടുത്തേക്കുന്നത്, അപ്പം നിന്റെ ബുദ്ധി അത്ര അധികമായിരിക്കും. അതുകൊണ്ട് തന്നെ നീ എക്സാം എഴുതാമോ അവളുടെ പേരിലെന്നാണ് ഈ അമ്മ ചോദിക്കുന്നത്. ഇതിനുശേഷം ഹീറോനെ കാണിക്കുകയാണ്. ഹീറോയ്ക്ക് നല്ല പ്രായമായിട്ടുണ്ടല്ലോ. മോളെ കാണാനായിട്ട് ഗേൾസ് ഹോസ്റ്റലിൽ വന്നേക്കാണ്. അവിടെ അകത്ത് കയറാൻ പറ്റത്തില്ല, അവളെ കാത്ത് പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരം തന്നെ മറ്റേ ആ പയ്യനില്ലേ, അതായത് സോൾജർ പയ്യൻ, അവനാണെങ്കിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ട് അവിടെ നിപ്പുണ്ട്, ഒരു കയ്യിൽ പൂവൊക്കെ പിടിച്ചിട്ട്. ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ടാണ്, ഹീറോയിനെ അല്ല, ഹീറോയിന്റെ മോളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ സോൾജർ പയ്യന് ഹീറോനെ കണ്ടിട്ട് മനസ്സിലായില്ല ആരാന്ന്. അങ്ങനെ ഹീറോ ഒരു സ്ഥലത്തോട്ട് മാറി നിൽക്കുകയാണ്. ഇതേ നേരം ആ പയ്യൻ അങ്ങോട്ട് വരുവാണ്, സോൾജർ പയ്യൻ. ആ സോൾജർ പയ്യന് ഇപ്പം ഹീറോ ആരാന്ന് കത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, അന്ന് ഫോട്ടോ എടുത്ത് കൊടുത്തില്ലേ, ഈ കാര്യം വന്ന് പറയാണ്. അച്ഛാ, നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, അച്ഛന്റെ മോളുടെ ഫോട്ടോ ഞാൻ അന്ന് എടുത്തായിരുന്നു, ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുകയാണ്. ഇത് കേട്ട ഹീറോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഹീറോ ചോദിക്കുകയാണ്, നീ ആരടുത്ത് ചോദിച്ചിട്ടടാ എന്നെ അച്ഛാന്ന് വിളിച്ച്, നിന്റെ അച്ഛനാണോ ഞാൻ, നീ എന്തിനാ എന്നെ അച്ഛാന്ന് വിളിക്കുന്നത്, കാര്യം പറ, മര്യാദയ്ക്ക് പറ എന്നൊക്കെ ചോദിച്ച് ഹീറോ തിരിച്ച് വഴക്കുണ്ടാക്കുകയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇവര് തമ്മിൽ സെറ്റ് ആയിട്ടുണ്ട്, അതായത് മോളും പിന്നെ ഈ സോൾജർ പയ്യനുമായിട്ട്. അന്ന് അവിടെ നിന്ന് സംസാരിച്ചില്ലായിരുന്നു, നല്ല വിഷമത്തിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കയ്യിൽ പൂവും കൊണ്ടുവന്നിട്ടുണ്ട്. ഹീറോയ്ക്ക് അന്നേ അവനെ ഇഷ്ടപ്പെട്ടില്ല, കാരണം മോളെ നല്ല സൂം ചെയ്തിട്ടാണ് അവൻ ഫോട്ടോ എടുത്തിരിക്കുന്നത്. മോളെ മാത്രം മുഖം കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേ ഹീറോ അവനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയ്ക്ക് മനസ്സിലായി ഇത് അവനാണ്, പക്ഷെ അവന് ഓർമ്മയില്ലായിരുന്നു. എന്തായാലും വീണ്ടും മോളെ കാണിക്കുകയാണ്. മോളാണെങ്കിൽ ആ പൈസ ഉള്ള വീട്ടില് അമ്മയുടെ വീട്ടിലിരിക്കുകയാണ്, ട്യൂഷൻ കുട്ടിയുടെ വീട്ടിലിരിക്കുകയാണ്. ആ സമയം അമ്മ പറയുന്നുണ്ട്, നീ നിന്റെ പേരൻസിനെ ഓർത്തെങ്കിലും ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യണം, നീ നിന്റെ കാര്യം നോക്കാതെ നിന്റെ പേരൻസിനെ കൂടെ നോക്കണമെന്ന്. ഇതിന് മറുപടിയായിട്ട് മോള് പറയാണ്, എന്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയിരിക്കുന്നത് ആ രീതിയിലല്ല, ഒരു 10 രൂപ തറയിൽ കിടന്നാൽ പോലും അവരെടുക്കാൻ സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ ചീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് മരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യത്തില്ല എന്നും പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോവുകയാണ്. പുറത്തു പോകുന്ന സമയത്ത് തന്നെ ഈ അമ്മ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലേലും കഷ്ടപ്പാടില് പൈസ ഇല്ലാതെ വളർന്ന കുട്ടികളെല്ലാം ഇങ്ങനെയാണ്, ഒരുമാതിരി മോശം സ്വഭാവമായിരിക്കും. ഇത് കേൾക്കുന്ന അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ പോട്ടിൽ നിന്ന് കുറച്ചധികം പൈസ എടുക്കുന്നുണ്ട്, ഒരു ഹാൻഡ് ഫുൾ ഓഫ് മണി എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ താഴെ അപ്പാർട്ട്മെന്റിന്റെ താഴെ വരുന്ന സമയത്ത് ഇവിടെ സെക്യൂരിറ്റി ഓടിച്ചിട്ട് പിടിക്കുകയാണ്. വയസ്സായ ഒരു അപ്പൂപ്പനാണ്. എന്നിട്ട് മോളെ നീ ഇത്ര പെട്ടെന്ന് ഓടാതെ, നീ മണ്ടിൽ നിന്ന് എന്തോ അടിച്ചു മാറ്റിയിട്ട് താഴെ വന്നിന്ന് മണ്ടലത്തെ മേഡം വിളിച്ച് പറഞ്ഞല്ലോ. ഇതും പറഞ്ഞ് അവളടുത്ത് ആ പൈസ തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ പൈസ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി പറയാണ്, പൈസ മാത്രമല്ല, നീ ഒരു സ്വർണ്ണ മോതിരം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന്. സ്വർണ്ണമല്ല, ഡയമണ്ട് ഉള്ള സ്വർണ്ണ മോതിരം, അതുകൂടെ തിരിച്ചു തരാൻ പറയുന്നുണ്ട്. എന്നാലും മോൾക്ക് അറിയത്തില്ല, അവൾ അങ്ങനെയുള്ള മോതിരം എടുത്തിട്ടില്ല. ഇതുകൊണ്ട് തന്നെ അവൾ ആ ബിൽഡിങ്ങിൽ വീണ്ടും തിരിച്ചു കയറി ചെല്ലുകയാണ്. എന്നിട്ട് അവരുടെ റൂമിലിട്ട് കൊട്ടുകയാണ്, ഞാൻ കള്ളിയല്ല, ഞാൻ നിങ്ങളുടെ മോതിരം എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള കുറച്ച് നെയ്ബേഴ്സ് ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവള് കൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരികയാണ്. ആരാന്ന് കാണിക്കുന്നില്ല. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.